വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. 3-ാമത്തെ വാക്യം മനസ്സിലാക്കണമെങ്കിൽ 2-ാമത്തെ വാക്യങ്ങളുടെ, അതായത് വെളിപ്പാട് 9-ൻ്റെ 2 കൂടെ വായിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ 2 വാക്യങ്ങൾ വായിക്കുന്നു. അവൻ അഗാധകൂപം തുറന്നു, ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അടുത്ത 3-ാമത്തെ വാക്യം, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. മറ്റൊന്ന്, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ഈ 2 പോയിന്റുകൾ ഇന്ന് നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. വെട്ടുക്കിളി എന്നതിന് എബ്രായ ഭാഷയിൽ അർബഹ് എന്നും ഗ്രീക്ക് ഭാഷയിൽ ആക്രിസ് എന്നും ഇംഗ്ലീഷിൽ ലോക്കസ്റ്റ് എന്നും കൊടുത്തിരിക്കുന്നു. വെട്ടുക്കിളികൾ മണ്ണിനടിയിൽ ധാരാളം മുട്ടയിടുന്നു. അതുകൊണ്ട് ഭൂമിയിൽ ഉള്ള മറ്റ് എല്ലാ സൃഷ്ടികളെക്കാളും വേഗത്തിൽ വർദ്ധിച്ച് പെരുകുന്നു. നശീകരണമുണ്ടാക്കുന്ന വെട്ടുക്കിളികൾ സാധാരണ വിട്ടിലുകളേക്കാൾ വലുതും വലിയ വായുള്ളതും മൂർച്ചയേറിയ 4 പല്ലുകൾ ഉള്ളതുമാണ്. ഈ പല്ലുകൾ കൊണ്ട് അവയ്ക്ക് കത്രികയ്ക്ക് വെട്ടുന്നതുപോലെ വെട്ടാൻ കഴിയും. ഈ വെട്ടിക്കളിക്കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് പ്രത്യേക വ്യവസ്ഥയും ക്രമവും ഒന്നും തന്നെയില്ല. ഏറിയ കൂറും കാറ്റിൻ്റെ ഗതിയുമാണ് പ്രമാണം. കിഴക്കൻ കാറ്റ് വെട്ടിക്കിളിയെ കൊണ്ടുവന്നു. പുറപ്പാട് പുസ്തകം 10-13. വെട്ടിക്കിളികൾ സസ്യബുക്കാണ്. അവ പച്ചയായതെല്ലാം തിന്ന് സസ്യങ്ങൾക്ക് ഭീകരനാശം വരുത്തുന്നു. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഷഡ്പദങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെട്ടിക്കിളികൾ. ഈ ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ 56ഓളം പരാമർശങ്ങളുണ്ട്. പൗരാണിക എബ്രായർക്ക് വെട്ടിക്കിളി നാശകാരിയും അതേസമയം നല്ല ഭക്ഷണ പദാർത്ഥവും ആയിരുന്നു. ശുദ്ധിയുള്ള ഷഡ്പദ പ്രാണിയത്രേ ഇത്. ലേവ്യ 11-21-22 വാക്യങ്ങൾ. സ്നാപയോഹന്നാൻ്റെ പ്രധാന ആഹാരമായിരുന്നു വെട്ടുക്കിളി. മത്തായി എഴുതിയ സുവിശേഷം 3-4, മർക്കോസ് 1-6. ദൈവം മിസ്രൈമിൽ അയച്ച 10 ബാധകളിൽ 8-ാമത്തെ ബാധ വെട്ടുക്കിളികൾ ആയിരുന്നല്ലോ. പുറപ്പാട് പുസ്തകം 10-3-20 വാക്യങ്ങൾ. അതുപോലെയുള്ള വെട്ടിക്കിളികൾ അല്ല വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-12 വരെയുള്ള ഭാഗത്ത് കാണുന്ന വെട്ടിക്കിളികൾ. അതിനുള്ള തെളിവുകൾ തുടർന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 1. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇതുപോലെയുള്ള വെട്ടിക്കിളികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകിയില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2. സാധാരണ വെട്ടിക്കിളിക്ക് രാജാവില്ല. സദൃശവാക്യം 30-27. എന്നാൽ വെളിപ്പാട് 9-ൽ പറയുന്ന വെട്ടിക്കിളിക്ക് രാജാവുണ്ട്. വെളിപ്പാട് പുസ്തകം 9-11 അഗാധദൂതൻ. 3. വെളിപ്പാട് പുസ്തകം 9-2 കൂപത്തിൽ നിന്ന് വന്ന പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. എന്നാൽ ഈ പുക കൊണ്ട് വെട്ടുക്കിളിക്ക് ശ്വാസം മുട്ടുകയോ അവ നശിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനാൽ സാധാരണ വെട്ടുക്കിളികളല്ല ഇത് എന്നുള്ളത് വ്യക്തമാണ്. 4. സാധാരണ വെട്ടുക്കിളികൾ കൃഷിയിടങ്ങളെയാണ് നശിപ്പിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ വെട്ടുക്കിളികൾ മനുഷ്യനെ ദണ്ണിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 5. സാധാരണ വെട്ടുക്കിളിയെ മനുഷ്യർക്ക് നശിപ്പിക്കാം. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്, വെട്ടുക്കിളികൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നു. 6. യഥാർത്ഥ വെട്ടുക്കിളിയുടെ ശരീരവും ഇവിടുത്തെ വെട്ടുക്കിളിയുടെ ശരീരവും തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നു. അത് ഞാൻ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 7-8 വാക്യങ്ങൾ പഠനത്തിന് നമ്മൾ വിധേയമാക്കുമ്പോൾ വിശദീകരിക്കുന്നതായിരിക്കും. രണ്ടാമതായി വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് വെട്ടുക്കിളിക്ക് ഭൂമിയിൽ തേളിനുള്ള ശക്തി ലഭിച്ചു. പാമ്പിൻ്റെ വായിലാണ് വിഷം ഇരിക്കുന്നതെങ്കിൽ തേളിൻ്റെ വാലിലാണ് വിഷം ഇരിക്കുന്നത്. ചില തേളുകൾ മനുഷ്യനെ കുത്തിയാൽ മരണം വരെ സംഭവിക്കും. മറ്റു ചിലതിൻ്റെ കുത്തിൽ കഠിന വേദനയും ദണ്ഡനവും ഉണ്ടാകും. 1 രാജാക്കന്മാർ 12-11. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയിരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 9-ൽ തേളിനുള്ളതുപോലെ ശക്തി ലഭിച്ച വെട്ടുക്കിളിയെ ജയിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കാത്തതിൻ്റെ കാരണം ഇവർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരല്ല എന്നുള്ളതാണ്. മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു എങ്കിൽ ഈ മഹാപീഡനത്തിലൂടെ പോകേണ്ടി വരികയില്ലായിരുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. താങ്ക് യു സോ മച്ച്.